നീറ്റ് 2024 അഡ്മിറ്റ് കാർഡ് എല്ലാവരും പ്രിന്റ് ഔട്ട് എടുത്തോ? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പേജിൽ നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ ചെയ്യാനുണ്ട്. പേരും നമ്മുടെ വെയറബോട്ട്സും ഫില്ല് ചെയ്യുക. അതിന് താഴെ നമുക്ക് ലെഫ്റ്റ് എൻഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് തന്നെയായിരിക്കണം നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് കോളത്തിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ നമ്മൾ കൊടുക്കണം. തേർഡ് കോളം നമുക്ക് സൈൻ ചെയ്യാനുള്ളതാണ്, പക്ഷെ അത് വീട്ടിൽ വെച്ച് ചെയ്യരുത്. അത് ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ എക്സാം ഹാളിൽ വെച്ച് ചെയ്യേണ്ടതാണ്. ഇനി സെക്കൻഡ് പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യണം. അതിൽ സൈൻ ഒന്നും ചെയ്യേണ്ട, അത് ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എക്സ്ട്രാ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകണം. സെയിം ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, അഡ്മിറ്റ് കാർഡിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള സെയിം ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. നമുക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽസ് കൊണ്ടുപോകാം, പക്ഷെ അത് ട്രാൻസ്പാരന്റ് വാട്ടർ ബോട്ടിൽസ് ആയിരിക്കണം. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കിങ്സോ ഒന്നും പാടുള്ളതല്ല. മൂന്നാമത് PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ റെലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതുണ്ട്. ഇനി എല്ലാവരും കയ്യിൽ ആധാർ കാർഡ് മറക്കാതെ കരുതണം. ആധാർ കാർഡ് ഇല്ലെങ്കിൽ മാത്രം മറ്റേതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് കയ്യിൽ കരുതുക. ഇത്രയും സാധനങ്ങളല്ലാതെ വേറൊന്നും നീറ്റ് എക്സാമിനേഷൻ ഹാളിലേക്ക് അലൗഡ് അല്ല. അപ്പൊ എല്ലാവരും തന്നെ നീറ്റ് 2024 നല്ല എക്സാം ആയിട്ട് എഴുതി പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്.